JJK ഫാൻസ് ഇങ്ങോരെ അൺഡിസ്പ്യൂട്ടഡ് കിങ് ഓഫ് കേഴ്സസ് എന്നാണ് വിളിക്കുക. പക്ഷെ ഈ കിങ് സ്വന്തം വേഴ്സിന്ന് ഇറങ്ങിയിട്ട് ഒരു ലിറ്ററൽ ഗോഡിനെ ഫൈറ്റ് ചെയ്ത് എന്തോ സംഭവിക്കുക. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സെമി ഫൈനൽസ് ഓഫ് ആനിമെ ക്രോസ്വേഴ്സ് ടൂർണമെന്റ് ബൈ റൂമ. ഇത് നമ്മുടെ സെമി ഫൈനൽ നമ്പർ 2 ആണ്. ഫസ്റ്റ് മാച്ചിൽ നറൂട്ടോ ആണ് ജയിച്ചത്. നറൂട്ടോ ആണ് വൺ ഓഫ് ദി ഫൈനലിസ്റ്റ്. ലോർ വെച്ച് നോക്കുകയാണെങ്കിൽ ഗോക്കുവിന് സുക്കണനെ ഹാഫ് എ സെക്കൻഡിൽ വേപ്പറൈസ് ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ ഇത് മ്യൂഗനാണ്. ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കുക. ഇത് കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആയിട്ടുള്ള ഒരു AI എഞ്ചിൻ ആണ്. കിങ് ഓഫ് കേഴ്സസിന് ബ്ലാക്ക് ഫ്ലാഷും ക്ലീവ് ഒക്കെ വെച്ച് ഗോക്കുവിനെ ഡെഫീറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ബയസ് ഇല്ല, പ്ലോട്ട് ആർമറില്ല, ജസ്റ്റ് 2D arcade violence. Okay, let's go. King of Curses, Roman Sukuna versus Ultra Instinct Goku. Okay, Sukuna as usual aura farm ആണ്. പക്ഷെ ഗോക്കു വിട്ട് കൊടുക്കണില്ല. ഒപ്പം തന്നെ അൾട്രാ ഇൻസ്റ്റിങ്ക്റ്റ് യൂസ് ചെയ്തേക്കാണ്. ഓക്കെ, ഫൈറ്റ്. ഗോക്കു ഫസ്റ്റ് തന്നെ മാച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ആണ്. കിക്ക് പഞ്ച് ആണ്. ഓക്കെ, രണ്ടാൾ പവർ അപ്പ് ചെയ്യാൻ ആരെ എന്താ യൂസ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. കമോൺ. ഇല്ല ഒന്നും സംഭവിച്ചില്ല. വീണ്ടും അവർ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ആണ്. രണ്ടാളെ പവേഴ്സ് അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഓക്കെ, ഗോക്കു അതെന്തോ യൂസ് ഗോക്കു ഗോക്കു ആദ്യമായിട്ടാണ് ഇത്ര ഏറിൽ ഒരു കാമേഹാമേഹ യൂസ് ചെയ്യുന്നത് ഞാൻ കാണുന്നത്. സാധാരണ സെക്കൻഡ് റൗണ്ടിലൊക്കെയാണ് അങ്ങനെ ചെയ്യാറ്. സുക്കുണ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എന്തൊക്കെ സമ്മണി ഞാൻ നോക്കി, പക്ഷെ നടന്നില്ല. ഗോക്കു ഒടുക്കത്തില്ല. HP നോക്ക്. സുക്കുണയുടെ HP നോക്കുമ്പോൾ ഓക്കെ, സുക്കുണ ചെറിയൊരു കൗണ്ടർ അറ്റാക്ക് യൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സുക്കുണയുടെ വലിയൊരു കൗണ്ടർ അറ്റാക്ക്. ഗോക്കുവിൻ്റെ HP വളരെ ലോ ആയിരിക്കുകയാണ്. പക്ഷെ ഗോക്കു വിട്ടുകൊടുക്കാണ്ട് മറ്റൊരു കാമേഹാമേഹ ബാക്ക് ടു ബാക്ക്. ആ ഒരു കാമേഹാമേഹയിൽ സുക്കുണനെ ഗോക്കു തീർത്തു. ഓക്കെ, സെക്കൻഡ് റൗണ്ട്. ഓക്കെ, തുടക്കത്തിലാണ് സുക്കുണ ചാർജ് ചെയ്തു. പക്ഷെ ഗോക്കു അതൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോക്കുവിൻ്റെ മേത്തൊന്നും എഫക്റ്റ് ആവണില്ല. കമോൺ. നമുക്കറിയാം സുക്കുണയുടെ ഒരു ചീറ്റ് കോഡ് അറ്റാക്ക് ഉണ്ട് എന്നുള്ളത്. ഗോക്കുവിൻ്റെ അതേപോലെ ഒരു ചീറ്റ് കോഡ് അറ്റാക്ക് ഉണ്ട്. സ്പിരിറ്റ് ബോംബ് നമ്മൾ കണ്ടതാണ്. സുക്കുണയുടെ ഫ്ലാഷ് നമ്മൾ കണ്ടതാണ്. സുക്കുണ വരെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഗോക്കു ആണ് ഇതിലൊരു അപ്പർ ഹാൻഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സുക്കുണ അത് അവൻ്റെ ചീറ്റ് കോഡ് അറ്റാക്ക് യൂസ് ചെയ്തു. പക്ഷെ അത് ഗോക്കുവിൻ്റെ മേത്ത് അത്ര എഫക്റ്റീവ് അല്ല. ഗോജോൻ്റെ മേത്ത് എഫക്റ്റീവ് ആയ പോലെ ആ അറ്റാക്ക് ഗോക്കുവിൻ്റെ മേത്ത് എഫക്റ്റീവ് അല്ല. അപ്പോൾ ഗോക്കുവിൻ്റെ കാമേഹാമേഹയുടെ അത്ര എഫക്റ്റീവ് അല്ല. പക്ഷെ സുക്കുണ ഗോക്കുവിന് ചവിട്ടി ഇട്ടിരിക്കുകയാണ്. ഗോക്കു വീണ്ടും പഞ്ച് കിക്കാണ്. ഗോക്കുവിൻ്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ തന്നെ അങ്ങനെയാണ് കേട്ടോ. ഗോക്കു ഇങ്ങനെ കൂടുതൽ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ആണ്. ഇങ്ങനെ ഈ അറ്റാക്സ് കുറവ് യൂസ് ചെയ്യുക. പക്ഷെ സുക്കൂൺ അങ്ങനെയല്ല. സുക്കൂൺ കുറേ സ്പിരിറ്റും എല്ലാം സമ്മൺ ചെയ്യാറുള്ളതാണ്. പക്ഷെ ഇതിൽ കാണാൻ സുക്കൂൺ ഒരു ചീക്കോട് അറ്റാക്ക് യൂസ് ചെയ്യും. ഈ അറ്റാക്ക് നമുക്ക് കണ്ടിട്ടില്ല. അതെന്താ അവ റീന മൊത്തം കത്തിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഗോക്കുവിൻ്റെ HP സുക്കൂണിൻ്റെ HP താഴെ കൊണ്ടുവന്നിരിക്കുകയാണ് സുക്കൂണ. ഇത് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, ആന വന്നു. വെള്ള ആന തീർത്തു. ഗോക്കുവിനെ ഞാൻ തെറ്റില്ല. ഗോക്കുവായിരുന്നു ഭയങ്കര അടിപൊളി ഫൈറ്റ് ചെയ്തത്. എനിക്ക് ഗോക്കു ജയിക്കണമെന്നാണ് തോന്നാണ്. ഓക്കെ, നമുക്ക് റൗണ്ട് 3 നോക്കാം. രണ്ടാളിൽ ഇനി അറ്റാക്സ് ഉണ്ട്. ഗോക്കു അവൻ്റെ അൾട്ടിമേറ്റ് അറ്റാക്സ് ഒന്നും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് കാമേഹാമേഹ മാത്രം വെച്ചാണ് ഗോക്കു സുക്കുണനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. റൗണ്ട് 3യുടെ സ്റ്റാർട്ടിങ്ങിലും അവർ വീണ്ടും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ആണ്. സുക്കുണ ബ്ലാക്ക് ഫ്ലാഷും ഇതൊന്നും സ്പാം ചെയ്യാതിരിക്കുക. ഓക്കെ മാൻ പോയി. ഗോക്കുവിൻ്റെ HP പകുതി സുക്കുണ കൊണ്ട്. സുക്കുണക്ക് HP റീജൻ ഉള്ളതാണ് കേട്ടോ. ഗോക്കുവിന് HP റീജൻ ഉണ്ട്. എൻ്റെ മോനെ രണ്ടാൾക്ക് HP റീജൻ ഉണ്ട്. ഇത് രണ്ട് ഗോട്ട്സ് തമ്മിലുള്ള ഫൈറ്റാണ്. ഓക്കെ, ഗോക്കു വീണ്ടും കാമേഹാമേഹ. ഗോക്കു കാമേഹാമേഹ സ്പാം ചെയ്തിട്ട് സുക്കുണനെ കില്ല് ചെയ്തതാണ്. ഇവിടെ തവളയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അറിയുന്നത്. പാമ്പും തവള എനിക്ക് സമ്മതിക്കും. കേഴ്സഡ് സ്പിരിറ്റിനൊക്കെ തോന്നൊക്കെ സമ്മണിയുണ്ട്. പക്ഷെ ഒന്നും കൂടെ എഫക്റ്റീവ് ആവണില്ല. ഗോക്കാണെങ്കിൽ ചക്ക പഞ്ച് ചെയ്തിട്ട് വിട്ടോണ്ടിരിക്കുകയാണ്. നമുക്കൊരു ദയാദാക്ഷിയില്ല. അതാണ് പഞ്ച് കൊണ്ടിരിക്കുന്നത്. സുക്കുണാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യണമെന്നില്ല അധികം. പക്ഷേ HP കുറച്ചായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഗോക്കുവിന് HP റീജനൊക്കെ ഗോക്കു അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സുക്കുണ അറ്റാക്ക് കൊണ്ടിട്ടില്ല. ഇതാണ് മ്യൂഗൻ. ഇതിവിടെ അറ്റാക്ക് ചെയ്ത കാര്യമില്ല. ഓക്കെ, രണ്ടാൾ HP റീജൻ ചെയ്തിട്ട് രണ്ടാളും മാക്സിമം സർവൈവ് ചെയ്യണമെന്ന് നോക്കുന്നത്. ഓക്കെ, സുക്കുണ കുറേ അറ്റാക്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഗോക്കുവിൻ്റെ മേത്ത് ഒന്നും കൊള്ളുന്നില്ല. ഗോക്കുവിൻ്റെ അൾട്രാ ഇൻസ്റ്റിങ്ക്റ്റ് കാരണമാണെന്ന് തോന്നുന്നുണ്ട്. ഗോക്കു എല്ലാ അറ്റാക്കും ഡോട്ട് ചെയ്യുന്നുണ്ട്. സുക്കുണോടെ എല്ലാ ബിഗ് അറ്റാക്സ്. ഓക്കെ, തീർന്നു. ഇനി നോക്കാം. ഗോക്കു ഒരു സിമ്പിൾ പഞ്ച് കൊണ്ട് സുക്കുണെ കണ്ട് കില്ല് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ എന്ത്
ഗോക്കുവിന്റെ അൾട്ടിമേറ്റ് ഫിനിഷർ ആയിട്ടുള്ള സ്പിരിറ്റ് ബോംബ് പോലും യൂസ് ചെയ്യാണ്ടാണ് സുക്കുണനെ തോൽപ്പിച്ചത്. അങ്ങനെ നമ്മുടെ സെമി ഫൈനൽസ് 2 കഴിഞ്ഞിരിക്കുകയാണ്. ഗോക്കു ആണ് ക്ലിയർലി ദി വിന്നർ. ലോവർ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മാച്ചാണ് നമുക്ക് കിട്ടിയത്. സുക്കുണയ്ക്ക് ഗോക്കുവിനൊക്കെ ഇഷ്ടം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. സുക്കുണയുടെ ലാസ്റ്റത്തെ മൂവ് ഹിറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ സുക്കുണയ്ക്ക് ഒരു ചെറിയൊരു ചാൻസ് കിട്ടിയിരുന്നു. പക്ഷെ അത് ഹിറ്റ് ആയില്ല. ഗോക്കുവിന്റെ അൾട്രാ ഇൻസ്റ്റിങ്ക്റ്റ് അത് കാരണം അത് ഡോഡ്ജ് ആയി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാം ജാജാക്ക ഫാൻസ് ഒരു ഗ്ലിച്ചിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കായിരുന്നു എന്നുള്ളത്. പക്ഷെ അത് നടന്നില്ല. ഗോക്കു ആണ് ഫൈനൽസിലേക്ക് പോണത്. അപ്പൊ നെക്സ്റ്റ് ഈസ് നമ്മുടെ ഗ്രാൻഡ് ഫൈനൽസ്. നമ്മുടെ ചീറ്റ് കോഡ് അറ്റാക്ക് ആയിട്ടുള്ള ഫാമിലി റിയൂണിയൻ രസംഗാനുള്ള നറൂട്ടോയും അൾട്ടിമേറ്റ് സ്പിരിറ്റ് ബോംബുള്ള ഗോക്കും തമ്മിലാണ് ഇനി ഫൈറ്റ് ചെയ്യാൻ പോണത്. ആരാ ജയിക്കുക എന്നുള്ളത് വേഗം പോയി കമന്റ് ചെയ്തോ.